നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ നിർണായക നീക്കവുമായി പരാതിക്കാരി. രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പരാതിയിൽ തിരുവനന്തപുരം റൂറൽ SP യുവതിയുടെ മൊഴിയെടുക്കുകയാണ്. മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി തെളിവുകൾ ഉൾപ്പെടെയാണ് യുവതി പരാതി കൈമാറിയത്. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കൽ, വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പരാതിയിലുണ്ടെന്നാണ് വിവരം. വാട്സാപ്പ് ചാറ്റുകൾ, ശബ്ദരേഖകൾ എന്നിവയുൾപ്പെടെ കൈമാറിയിട്ടുണ്ട്. പരാതി നൽകിയതിനു പിന്നാലെ ക്രൈംബ്രാഞ്ച് മേധാവി നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പ്രാഥമിക അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് പകരം വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഉൾപ്പെടുത്തി പുതിയ സംഘത്തെ നിയമിക്കാനും ആലോചനയുണ്ട്. പാലക്കാടുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി. മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും. അതാദ്യം അവിടെയല്ലല്ലോ എത്തേണ്ടത്. ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ജനശ്രദ്ധ സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം. ആ മസാലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആളിൻ്റെ സഹായത്തോടുകൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നാണ് രാഹുലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. വാട്സപ്പ് ചാറ്റുകൾ, ശബ്ദരേഖകൾ ഇവയൊക്കെ പുറത്തു വന്നപ്പോൾ രാഹുൽ തിരിച്ചു ചോദിച്ചത് എവിടെ പരാതി, ആരാണ് പരാതിക്കാരി എന്നുള്ളതായിരുന്നു. ആ പ്രതിരോധത്തിന്റെ കോട്ട പൊളിഞ്ഞ ദിവസമാണിന്ന്. രാഹുലും കോൺഗ്രസും ഇതെങ്ങനെ വിശദീകരിക്കുമെന്നതാണ് ആകാംക്ഷ. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. യുവതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ അതിവേഗ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. യുവതിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. റിനു ശ്രീധ ചേരുന്നുണ്ട്. റിനു, അതിവേഗത്തിൽ മൊഴിയെടുത്തിരിക്കുന്നു. ഇനി കേസ് രജിസ്റ്റർ ചെയ്താൽ രാഹുലിന്റെ അറസ്റ്റിലേക്കായിരിക്കില്ലേ നീങ്ങുക അന്വേഷണ സംഘം? തീർച്ചയായിട്ടും ഗോകുൽ, എന്തായാലും ആരോപണം ഉന്നയിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ യുവതിയുടെ മൊഴി റൂറൽ SP സുദർശന്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏകദേശം 4 മണിക്കൂറോളം ഈ മൊഴിയെടുപ്പ് തുടർന്നു. തിരുവനന്തപുരത്തെ റൂറൽ SP ഓഫീസിൽ വെച്ചാണ് ഈ മൊഴി രേഖപ്പെടുത്തിയത്, പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് FIR രജിസ്റ്റർ ചെയ്യുക, തുടർന്ന് ഈ യുവതിയുടെ 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുക, മജിസ്ട്രേറ്റിന്റെ മുന്നിലെത്തിച്ച് രേഖപ്പെടുത്തുക. ഈ നടപടിക്രമങ്ങളിലേക്കാണ് പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 കൂടിയാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തി ഈ യുവതി പരാതി നൽകിയത്. ഡിജിറ്റൽ രേഖകളും തെളിവുകളും എല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേശൻ ഈ പരാതി കൈമാറുന്നു. അതിനുശേഷമാണ് റൂറൽ SP സുദർശന്, കാരണം ഈ തിരുവനന്തപുരത്തെ ഒരു റൂറൽ മേഖലയിലാണ് ഈ പെൺകുട്ടി താമസിക്കുന്നത്, റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പെൺകുട്ടി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് റൂറൽ SPക്ക് കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. റൂറൽ SP സുദർശന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. എന്തായാലും നിമിഷങ്ങൾക്കകം തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകും. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി MLA അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് സമീപിക്കുവാനുള്ള ഒരു ഇടപെടലിലേക്ക് പോകുന്നു. പക്ഷേ നേരത്തെ തന്നെ ഹൈക്കോടതി ഇത്തരം കേസുകളിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതാത് ജൂറിസ്ഡിക്ഷനിലുള്ള ജില്ലാ കോടതികളിൽ ജാമ്യ ഹർജിയുമായി പോകണം എന്നുള്ളതാണ്. അത്തരത്തിൽ അങ്ങനെ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ജില്ലാ കോടതികളിലായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടം നൽകുക. സാധാരണഗതിയിൽ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യവുമായി പോകുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നിയമമൊന്നുമില്ല, പക്ഷേ അറസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനും MLAക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്, ഇത്തരം ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടം MLA തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ എത്തി താൻ നിയമപരമായി കേസ് നേരിടുമെന്നുള്ള ഒരു ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും
ഇപ്പോൾ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്ന നടപടികളിലേക്ക് കടക്കുന്നു അന്വേഷണ സംഘം എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഏകദേശം 4 മണിക്കൂറോളം മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു യുവതിയുടെ. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ ചുമത്തുക എന്നിവ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക. നിലവിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നുള്ള ഒരു പരാതിയാണ് നിലവിൽ പ്രധാനമായുമുള്ളത്. ഏകദേശം 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് എന്നുള്ളതാണ് നിയമവിദഗ്ധർ അടക്കം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യോട് രാജിവെക്കുവാൻ ഉൾപ്പെടെയുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമോ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയേണ്ടത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ UDF നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അടക്കം തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് വെക്കാൻ ആവശ്യപ്പെടുമെന്നുള്ളതാണ്. ഇപ്പോൾ യുവതിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇനി കേസ് രജിസ്റ്റർ ചെയ്താൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിലേക്കായിരിക്കും പോകുക. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. ഉച്ചവരെ പാലക്കാട് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് വിവിധയിടങ്ങളിൽ പ്രതിഷേധം. പാലക്കാട് MLA ഓഫീസിലേക്ക് DYFIയും BJPയും മാർച്ച് നടത്തി. ഓഫീസിന്റെ മതിൽ ചാടിക്കടന്ന DYFI പ്രവർത്തകർ MLA ഓഫീസിൽ റീത്ത് വെച്ചു. കോഴിക്കോട് യുവമോർച്ച പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസ് ഉചിത നടപടി സ്വീകരിക്കുമെന്ന് K മുരളീധരൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പരാതിയിൽ ഒന്നും മിണ്ടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ അവകാശമില്ല. MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരാളും MLA ആയിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായാൽ കോൺഗ്രസ് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടെടുക്കുമെന്ന് K മുരളീധരൻ. സർക്കാരിന് അതിനനുസരിച്ച് നിലപാടെടുക്കട്ടെ. ഞങ്ങളേതായാലും ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് ഇപ്പോൾ. ഇനി സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാകുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ന്യായീകരണം. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഇവിടെയും നടപ്പാക്കുന്നു. നിയമപരമായി കാര്യങ്ങൾ നടത്തട്ടെ എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. പരാതി ഉണ്ടെങ്കിൽ, പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങൾ നിയമപരമായ ഒരു പ്രൊസീജിയറിനെ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ മോശം പ്രവണതയാണ് ഒരു MLA-യുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അടിയന്തരമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. പരാതിയിൽ യുവതിയെ പഴിക്കുകയാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. ആദ്യം പോകേണ്ടത് പോലീസിലായിരുന്നു. പാർട്ടിക്ക് ചെയ്യാവുന്നത് സസ്പെൻഡ് ചെയ്യുക എന്നതാണെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗികാരോപണ പരാതി UDF-ന് തിരിച്ചടിയാകും. പാർട്ടിയിൽ നിന്ന് നേരത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അറസ്റ്റ് നടപടികളും മറ്റുമുണ്ടായാൽ അതെല്ലാം മുന്നണിയെ വിഷമസന്ധിയിലാക്കും. നിയമ സംവിധാനത്തിന് മുന്നിൽ പരാതി വന്ന പശ്ചാത്തലത്തിൽ രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യവും കോൺഗ്രസ് നേരിടും. കോൺഗ്രസും UDF-ഉം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ മുഴുകി നിൽക്കുമ്പോഴാണ് പാലക്കാട് MLA-ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതിയുടെ പരാതി വന്നിരിക്കുന്നത്. ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്ന പരാതിയിൽ പോലീസ് നടപടികൾ തുടങ്ങുകയും അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്താൽ പിന്നെ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം അതായി മാറും. അപ്പോൾ UDF ഉന്നയിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങൾ പിന്തള്ളപ്പെടും. അതാണ് രാഹുലിനെതിരായ പരാതി UDF-നും കോൺഗ്രസിനും ഉണ്ടാക്കാൻ പോകുന്ന വലിയ തിരിച്ചടി. ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ പിടിവള്ളി. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ.
രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ കുറേ നാളായിട്ട് കേരളത്തിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പരാതിയും കേസുമുണ്ടാക്കുന്ന പുകലുകൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും MLA സ്ഥാനം രാജിവെപ്പിക്കണമെന്ന ആവശ്യം കൂടി ഉയരുന്നുണ്ട്. അതും കോൺഗ്രസിന് തലവേദനയാകും. സ്വർണ്ണപ്പാളി മോഷണത്തിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ CPIM നടപടിയെടുക്കാത്തതെന്താണെന്ന കോൺഗ്രസിന്റെ ചോദ്യത്തെയും ഇത് ദുർബലമാക്കും. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. എന്നാൽ പുറത്താക്കണമെന്ന അഭിപ്രായമുള്ളവരും ഉള്ളതിനാൽ പാർട്ടിയിൽ തന്നെ തർക്കവിഷയമായി മാറാനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്കായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തന്ത്രിയെന്ന് പത്മകുമാർ മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. കേസിൽ അറസ്റ്റിലായ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും 14 ദിവസം റിമാൻഡിൽ തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധം. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലെന്നും പത്മകുമാർ മൊഴി നൽകി. എന്നാൽ ശബരിമലയിൽ സ്പോൺസറാകാൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെ സമീപിച്ചെന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയില്ല. ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ചട്ടവിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും പത്മകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT നീക്കം ആരംഭിച്ചു. തന്ത്രിയുടെ മൊഴിയും സംഘം വീണ്ടും എടുത്തേക്കും. അതേസമയം പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 2 ആഴ്ചത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം തള്ളിയതോടെ മുരാരി ബാബു ജാമ്യം തേടി ഹൈക്കോടതിയെ നാളെ സമീപിക്കും. 24 കൊല്ലം. 24 മെഗാ ബ്രേക്കിംഗ്. റേറ്റിംഗിൽ മുന്നിലെത്താൻ ബാർക്കിലെ ജീവനക്കാരന് കേരളത്തിലെ ഒരു ചാനൽ ഉടമ കോടികൾ നൽകിയതിന്റെ തെളിവുകൾ പുറത്തുവിട്ട് 24. ടെലിവിഷൻ റേറ്റിംഗിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും വിധം അവിശുദ്ധ കൂട്ടുകെട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ തുറന്നു കാട്ടി 24ന്റെ അന്വേഷണം ഓപ്പറേഷൻ സത്യ. ഡാറ്റ അട്ടിമറിക്കാൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥൻ പ്രേംനാഥ് എന്നയാളുമായാണ് കേരളത്തിലെ ഒരു ചാനൽ ഉടമ കോടികളുടെ ഇടപാട് നടത്തിയത്. ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് USDT ക്രിപ്റ്റോ കറൻസി വഴി കോടികൾ കൈമാറ്റം ചെയ്തതിന്റെ വിശദാംശങ്ങളും ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് വിവരങ്ങളും 24 പുറത്തുവിട്ടു. തട്ടിപ്പിൽ സംസ്ഥാന പോലീസ് അന്വേഷണം തുടങ്ങി. $50,000 കോടി രൂപയുടെ പരസ്യ വരുമാനമുള്ള ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ റേറ്റിംഗ് കണക്കാക്കുന്ന ഏജൻസിയായ ബാർക്കിലെ ചില ജീവനക്കാർ ഡേറ്റകൾ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകളാണ് 24 പുറത്തുവിട്ടത്. ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥ് എന്നയാളുടെ നേതൃത്വത്തിൽ മുംബൈ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന് ശക്തമായ തെളിവുകളിലൂടെ വ്യക്തമായി. കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് കോടികളെത്തി. USDT ക്രിപ്റ്റോ കറൻസി വഴിയാണ് ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തത്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ചാനൽ ഉടമയും നിരന്തരം നടത്തിയ ഫോൺ വിളികളുടെയും വാട്സപ്പ് ചാറ്റുകളുടെയും വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടു. ഈ വർഷം മെയ് 17 രാവിലെ ചാനൽ ഉടമ പ്രേംനാഥിന് വാട്സപ്പിലൂടെ സ്കോർ എത്ര എന്ന് ചോദിക്കുന്നു. പിന്നീട് ഉച്ചതിരിഞ്ഞ് ചാനൽ റേറ്റിംഗ് പോയിന്റ് പ്രേംനാഥ് ചാനൽ ഉടമയെ ചാറ്റ് വഴി അറിയിച്ചു. പിന്നീട് വന്ന റേറ്റിംഗിൽ ഈ നമ്പർ കൃത്യമായിരുന്നു എന്നതും തട്ടിപ്പിന് തെളിവ്. ചാനൽ ഉടമയെ നിരന്തരം വിളിച്ച് പ്രതികരണം ലഭിക്കാതിരുന്നപ്പോൾ പ്രേംനാഥ് അയച്ച സന്ദേശമാണിത്. പെയ്ഡ് എന്നായിരുന്നു ഇതിന് ചാനൽ ഉടമയുടെ മറുപടി. പണം കൊടുത്ത് റേറ്റിംഗ് നേടുന്നതിനൊപ്പം പ്രേക്ഷക പിന്തുണ അളക്കുന്ന റേറ്റിംഗ് മീറ്ററുകൾ എവിടെയെല്ലാം സ്ഥാപിച്ചു എന്ന് വ്യക്തമാക്കുന്നതിന് ആ പ്രദേശത്തിന്റെ പിൻകോഡുകളും പ്രേംനാഥ് ചാനൽ ഉടമയ്ക്ക് കൈമാറി. റേറ്റിംഗ് കൂട്ടി പരസ്യവരുമാനം കൂട്ടുക മാത്രമല്ല, മറ്റ് ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്താനുള്ള ശ്രമങ്ങൾ വേറെ. വരുന്ന ആഴ്ചകളിൽ 24ന്റെ റേറ്റിംഗ് 4ാം സ്ഥാനത്തെത്തുമെന്ന് കഴിഞ്ഞ ദിവസം ചാനൽ മുതലാളിക്ക് പ്രേംനാഥ് സന്ദേശം അയച്ചിട്ടുണ്ട്. പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് തട്ടിപ്പിലൂടെ ഒഴുകിയെത്തിയ കോടികൾ ഇതര സംസ്ഥാനങ്ങളിലും സമാന തട്ടിപ്പുകൾ നടക്കുന്നു എന്നതിന്റെ തെളിവാണ്.
റേറ്റിംഗ് തട്ടിപ്പിൽ അന്വേഷണം നടത്തിവരികയാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24-നോട്. പരാതി കിട്ടിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിന് വേണ്ടി ഓഫീസേഴ്സ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലെ സൈബർ ഡിവിഷൻ ഓഫീസേഴ്സ് ഇതിന്റെ പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചതിന് ശേഷം അതിന്റെ നിയമപരമായിട്ട് നടപടിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. റേറ്റിംഗ് തിരിമറിയിൽ മുഖ്യമന്ത്രിക്കും ബാർക്ക് സിഇഒയ്ക്കും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പരാതി നൽകി. കേരളത്തിലും ഇന്ത്യയിലെ പലയിടങ്ങളിലും റേറ്റിംഗ് തട്ടിപ്പുകൾ നടക്കുന്നു. ഒരു എൻ്റെ ചില സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു അപേക്ഷ ഞാൻ അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് ആ പരാതി അയച്ചു കൊടുത്തു. ആ പരാതിയിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ പരാതിയിൽ ഉന്നയിച്ച പല കാര്യങ്ങളും നടക്കുന്ന സത്യങ്ങളാണെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബാർക്കിന് പുറമെ യൂട്യൂബ് വ്യൂവർഷിപ്പിലും വ്യാപക തട്ടിപ്പ് നടത്താൻ ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യയും ചാനൽ ഉടമ ഉപയോഗിച്ചു. മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഏജൻസികൾക്ക് കോടികൾ നൽകി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂട്യൂബ് വ്യൂവർഷിപ്പ് ഉയർത്തിയാണ് ഈ തട്ടിപ്പ്. ടീം 24. ചാനൽ റേറ്റിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 24 പുറത്തുവിട്ട വാർത്തകൾ ഗൗരവതരമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എന്ത് അഴിമതിയാണ് നടന്നതെന്ന് പുറത്തറിയണം, ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. പുറത്തു വന്ന വാർത്തകൾ വളരെ ഗൗരവതരമാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് ഗൗരവതരമായി ഇക്കാര്യം അന്വേഷിപ്പിക്കണം. എന്താണ് നടന്നത് എന്ന് പുറത്തറിയണം. എന്ത് അഴിമതിയാണ്, ഏത് രീതിയിലുള്ള അഴിമതിയാണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഉറപ്പായിട്ട് അത് പുറത്തു വരണം. കൃത്യമായ അന്വേഷണം നടക്കണം. കേന്ദ്ര ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനം. ലേബർ കോഡിനെതിരെ യോഗത്തിൽ പ്രമേയം പാസാക്കി. ലേബർ കോഡ് കരട് വിജ്ഞാപനം പുറത്തിറക്കിയത് രഹസ്യമായിട്ടല്ലെന്നും തൊഴിലാളി സംഘടനകളെ അറിയിച്ചിരുന്നുവെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു. കരട് പുറത്തിറക്കിയ നടപടിയെ INTUC വിമർശിച്ചു. ട്രേഡ് യൂണിയനുകളെ അറിയിക്കാതെ ലേബർ കോഡ് കരട് വിജ്ഞാപനം ഇറങ്ങിയെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് തൊഴിലാളി സംഘടനകളുടെ അടിയന്തര യോഗം തൊഴിൽ മന്ത്രി വിളിച്ചു ചേർത്തത്. ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യോഗത്തിൽ പ്രമേയം പാസാക്കി. തൊഴിലാളി സംഘടനാ നേതാക്കൾക്കൊപ്പം മന്ത്രി വി ശിവൻകുട്ടിയും കേന്ദ്രമന്ത്രിയെ കണ്ട് ലേബർ കോഡ് പിൻവലിക്കണമെന്ന അഭിപ്രായം അറിയിക്കും. മതിയായ കൂടിയാലോചനകളില്ലാതെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന ലേബർ കോഡ് അത് പിൻവലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാൻ ഇന്നത്തെ ഈ യോഗം ആവശ്യപ്പെട്ടു. വിജ്ഞാപനം പുറത്തിറക്കിയത് കേന്ദ്ര തൊഴിൽ സെക്രട്ടറിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നും നടപ്പാക്കാൻ വേണ്ടിയായിരുന്നില്ലെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു. 2021 ഡിസംബറിൽ കരട് ഇറക്കിയ ശേഷം 2022 ജൂലൈയിൽ നടന്ന ശില്പശാലയിൽ എല്ലാ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾക്കും പകർപ്പ് വിതരണം ചെയ്തെന്നും മന്ത്രി പറഞ്ഞു. കരട് പ്രസിദ്ധീകരിച്ചത് അറിഞ്ഞില്ലെന്ന AITUCയുടെ വിമർശനം തള്ളി ശില്പശാലയുടെ ഫോട്ടോ ഉൾപ്പെടെയായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെ CPM കുടപിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ശിവൻകുട്ടി 2022 പറഞ്ഞു, നമ്മൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഈ കരട് വിജ്ഞാപനം തയ്യാറാക്കുള്ളൂ. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട്, ട്രേഡ് യൂണിയനോട് സംസാരിക്കുന്നു. പക്ഷേ 2021 തന്നെ കരട് വിജ്ഞാപനം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. വീണ്ടും പറ്റിക്കുകയാണ്. പ്രതിപക്ഷം അറിഞ്ഞില്ല, അവരുടെ പാർട്ടി അറിഞ്ഞില്ല, ഘടകകക്ഷികൾ അറിഞ്ഞില്ല, മന്ത്രിസഭ അറിഞ്ഞില്ല. അപ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞ് കരട് വിജ്ഞാപനം ഇറക്കിയ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനും യോഗത്തിൽ പറഞ്ഞു. പ്രമേയത്തെ BMS പ്രതിനിധി എതിർത്തു. 24 തിരുവനന്തപുരം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ തെളിവില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വ്യക്തമായ തെളിവില്ലാതെ പ്രോസിക്യൂഷൻ അനുമതി നൽകാനാവില്ല. ഹൈക്കോടതിയിൽ നിലപാട് ആവർത്തിച്ച് വ്യവസായ വകുപ്പ് സെക്രട്ടറി സത്യവാങ്മൂലം സമർപ്പിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ, കോർപ്പറേഷൻ MD KA രതീഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചതിൽ കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. വെർച്വൽ ക്യൂ ബുക്കിംഗ് രേഖകൾ കൃത്യമല്ലെങ്കിൽ പമ്പയിൽ നിന്നും കടത്തിവിടരുത്. വെർച്വൽ ക്യൂ പാസിലെ സമയം, ദിവസം എന്നിവയും കൃത്യമായിരിക്കണമെന്നും ഹൈക്കോടതി. ആലപ്പുഴ ചെങ്ങന്നൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ കോളേജ് ബസിന്റെ അറ്റകുറ്റപ്പണിക്കിടെ അപകടം. ബാറ്ററി പൊട്ടിത്തെറിച്ച് വർക്ക്ഷോപ്പ് ജീവനക്കാരൻ കുഞ്ഞുമോൻ മരിച്ചു. കാസർഗോഡ് ദേലമ്പാടിയിൽ BLOയെ കയ്യേറ്റം ചെയ്ത CPIM പഞ്ചായത്ത് അംഗത്തിനെതിരെ കേസെടുത്ത് പോലീസ്. 8ാം വാർഡ് അംഗമായ സുരേന്ദ്രനെതിരെയാണ് കേസെടുത്തത്.
വയനാട് പുൽപ്പള്ളി പാക്കത്ത് കാട്ടാന ആക്രമണം. ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചെറിയമല സ്വദേശി രമേശിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. യുവതി നൽകിയ പരാതി അന്വേഷിക്കാൻ വിളിച്ചു വരുത്തിയ ബാലരാമപുരം സ്വദേശി അസീമാണ് എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിനിടെ പ്രതിഷേധം. ചെണ്ടമേളം വിധി നിർണയത്തിൽ പിഴവുണ്ടായെന്ന് ആരോപിച്ച് ജഡ്ജസിനെ മത്സരാർത്ഥികളും പ്രദേശവാസികളും തടഞ്ഞുവെച്ചു. ലോക പ്രശസ്ത മാർക്കറ്റ് റിസർച്ച് ഏജൻസിയായ കഡൻസ് ഇന്റർനാഷണൽ നടത്തിയ ദേശീയ സർവേയിൽ ഇന്ത്യയിലെ നമ്പർ 1 PU പാദരക്ഷാ ബ്രാൻഡായി വാക്കറു. പാദങ്ങൾക്ക് സുഖകരമായ ഡിസൈൻ, അനുയോജ്യമായ വില, മികച്ച ഗുണനിലവാരം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉപഭോക്താക്കൾക്ക് ആഗ്രഹിച്ച പാദരക്ഷകൾ നൽകിയാണ് വാക്കറു ഈ അംഗീകാരം വീണ്ടും നേടിയത്. വാക്കറുവിന്റെ ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കളാണ് നേട്ടത്തിലേക്ക് തങ്ങളെ നയിച്ചതെന്ന് വാക്കറു ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ നൌഷാദ് പറഞ്ഞു. ഇന്ത്യയിലെ നമ്പർ 1 PU ബ്രാൻഡായും സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ഫുട്വെയർ ബ്രാൻഡായും വാക്രു തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ട്. ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ വാക്രുവിൽ വിശ്വാസമർപ്പിച്ചതിനാലാണ് ഞങ്ങൾക്ക് ഈ നേട്ടം കൈവരിക്കാനായത്. വാക്രുവിൻ്റെ ഈ നേട്ടത്തിന് ഞങ്ങളെ സഹായിച്ച എല്ലാ ഉപഭോക്താക്കൾക്കും, വ്യാപാരി സുഹൃത്തുക്കൾക്കും, മറ്റെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്കൻ തീരത്തിന് മുകളിലായി ഡിറ്റ്വ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ചുഴലിക്കാറ്റ് കേരളത്തെ കാര്യമായി ബാധിക്കില്ലെങ്കിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഡിറ്റ്വ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് ശ്രീലങ്കൻ തീരത്തിനും ബംഗാൾ ഉൾക്കടലിനും മുകളിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുന്നത്. ശ്രീലങ്കൻ തീരം വഴി വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്കാണ് ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത. 2 ദിവസത്തിനകം ആന്ധ്രാതീരം തൊടും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. അതേസമയം ഡിറ്റ്വ ചുഴലിക്കാറ്റ് കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. തമിഴ്നാടുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 30 വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. 24 തിരുവനന്തപുരം. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.